ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവൽ പീഡിയക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് തമിഴ്നാട്ടിലെ മധുരയിലേക്കാണ്. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് രാമേശ്വരത്ത് എത്തിപ്പെടുന്ന അമൃത എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. കണ്ടാ ഇപ്പോൾ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് വന്നേക്കുന്നത്. ഇവിടെ നിന്നാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 12:30ക്കാണ് ട്രെയിൻ വരുമെന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 12:15 നല്ല കൊതുക് ശല്യമുണ്ട്. ഓൾറെഡി ഞങ്ങൾ ഓടോമാസൊക്കെ പുരട്ടി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേഷനിലിരുന്ന് അത്യാവശ്യം പോസ്റ്റ് അടിച്ച് അങ്ങനെ 12:50 ഇപ്പോൾ ട്രെയിൻ എത്തി. പിന്നെ ഞങ്ങൾ ട്രെയിനിലേക്ക് കയറി. ഏകദേശം 1 മണിയായപ്പോൾ ട്രെയിൻ എടുത്തു. അരമണിക്കൂർ ലേറ്റായിരുന്നു. ഇപ്പോൾ വെളുപ്പിന് 1 മണിയായി. സ്ലീപ്പർ ബുക്ക് ചെയ്തുകൊണ്ട് ഉറക്കമായിരുന്നു അടുത്ത പ്ലാൻ. കുറച്ച് നേരം മൊബൈലൊക്കെ നോക്കി ഇരുന്നിട്ട് കിടന്നുറങ്ങി. പിന്നെ വെളുപ്പിന് 6 മണിയൊക്കെ ആയപ്പോൾ നല്ലൊരു തണുപ്പ് അടിച്ച് കയറി. നോക്കിയപ്പോൾ പൊള്ളാച്ചി എത്തിയിരുന്നു. വെളുപ്പിന് 6:30 ആയപ്പോൾ ഉടുമ്പൽപേട്ടിലെത്തി. നമ്മുടെ എറണാകുളത്തേക്കുള്ള ബ്രഹ്മപുരം പോലത്തെ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റൊക്കെ ചെയ്യുന്ന ഏരിയ എന്ന് തോന്നുന്നത്. എന്ത് പറഞ്ഞാലും റോഡ് സൈഡിലും അതുപോലെ തന്നെ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തൊക്കെ വേസ്റ്റ് കുറേ കിടപ്പുണ്ടായിരുന്നു. സമയം 7:10. ഇപ്പോൾ ഞങ്ങൾ പളനിയിൽ എത്തിയിരിക്കുന്നതാണ്. ഇവിടുന്ന് ട്രെയിൻ എടുത്തിരിക്കുകയാണ്. അങ്ങനെ പോണ വഴിക്ക് കൂടെ ഉണ്ടായിരുന്നെങ്കിലും വിളിച്ചണിപ്പിച്ച്. ട്രെയിനിലാണ് ഒരു ചെക്കനോട് കിടന്ന് സീറ്റൊക്കെ വെച്ച് കോപ്പറായി കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ തമിഴ്നാട്ടിലെ ഫേമസ് ബിരിയാണിയായ ഡിണ്ടിഗൽ ബിരിയാണി കിട്ടുന്ന ഡിണ്ടിഗൽ ജംഗ്ഷനിലെത്തി. നമ്മുടെ നാട്ടിൽ ഈ ബിരിയാണി കിട്ടുന്നുണ്ട്, പക്ഷേ സെയിം ടേസ്റ്റാണോ എന്നറിയാൻ പാടില്ല. ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഡിണ്ടിഗൽ ജംഗ്ഷനിലാണ്. 20 മിനിറ്റോളം പോസ്റ്റാണ്. 9 മണിയൊക്കെ നല്ല വിശപ്പായി. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് വെച്ച ബ്രെഡും പിന്നെ അതുകൂടാണ് പീനട്ട് ബട്ടറും ഞങ്ങൾ തട്ടി. കൂടൽ നഗർ എന്ന റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സ്റ്റേഷനൊക്കെ കാര്യങ്ങളുടെ ആരുമില്ല. അങ്ങനെ 9:59 ആയപ്പോൾ ഞങ്ങൾ മധുര റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷൻ പ്രതീക്ഷ പോലെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. പിന്നെ സ്റ്റേഷനും അത്യാവശ്യം നല്ല ക്ലീനായിരുന്നു. പിന്നെ ഞങ്ങൾ പയ്യെ നടന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ വന്ന ട്രെയിൻ തിരിച്ചു പോവുകയാണ്. ഇത് നേരെ രാമേശ്വരത്തേക്കാണ് ട്രെയിൻ പോകണം. ഇവിടെ റെയിൽവേ സ്റ്റേഷനെ പണിയൊക്കെ കിടക്കുകയാണ്. സ്റ്റേഷനിൽ റിനോവേഷൻ ആയതുകൊണ്ട് തന്നെ ഷോപ്പുകളൊന്നും കാര്യമായിട്ടുണ്ടായില്ല. പിന്നെയാണ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയത്. തമിഴ്നാടൻ ജോയാലിക്കാസ് ഫ്രീ പ്രൊമോഷൻ ആവേ. അതെ, തമിഴ്നാട്ടിലെ ഫേമസ് തുണിക്കടയാണ്. അയ്യോ, ആലിക്കാസ് ആണല്ലേ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മധുരൈ. മധുര റെയിൽവേ സ്റ്റേഷന് ഫുൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഏരിയ ഒക്കെ ഭയങ്കരമായിട്ട് അലങ്കോലമായിട്ട് കിടക്കുന്നത്. ഇതാണ് ഈ ഓപ്പോസിറ്റ് കാണുന്നതാണ് മധുര റെയിൽവേ സ്റ്റേഷൻ. അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ക്ലോക്ക് റൂം ഞങ്ങൾ എടുത്ത് 20 രൂപയാണ് ബാത്റൂമും പിന്നെ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ ഡ്രസ്സ് ബാഗൊക്കെ സൂക്ഷിക്കാനാണെങ്കിലും 20 രൂപ തന്നെയാവും. അത് 24 hour ആണെന്നാണ് പറഞ്ഞത്. വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഇവിടെ ആള് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. അവിടെ ഞങ്ങൾ നേരെ പോയത് മധുര മീനാക്ഷി ടെമ്പിളിൻ്റെ അടുത്തേക്കാണ്. ഗൂഗിൾ മാപ്പൊക്കെ സെറ്റാക്കി അജയനെ നേരെ മുമ്പിലേക്ക് വിട്ടു. ഏതോ വീടിൻ്റെ ഇടവഴി കൂടെയൊക്കെയാണ് ഞങ്ങൾ നടന്നു പോയത്. നമ്മൾ തമിഴ് സിനിമയിലൊക്കെ കണ്ട പോലെ ചെറിയ ഒരു സ്ഥലങ്ങൾ പോലെയൊക്കെ തോന്നി ഇവിടെ.
എന്തായാലും ചെറിയൊരു സിനിമാറ്റിക് വൈബ് പിടിച്ച്. തമിഴ്നാട്ടിലെ തന്നെ വൺ ഓഫ് ദ ഫേമസ് ടെമ്പിളാണ് മധുര മീനാക്ഷി ടെമ്പിൾ. 2500 വർഷത്തോളം ഇതിന് പഴക്കമുണ്ട്. ഈ അമ്പലം ചുറ്റുപാടും എല്ലാം ഇരിക്കുന്നത് 14 ഏക്കറിലാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഗൂഗിൾ മാപ്പ് ചേച്ചി പറഞ്ഞതുപോലെ തന്നെ നടന്ന് ആവണിമൂല സ്ട്രീറ്റ് എന്നൊരു റോഡിലെത്തി. അവിടെ നിന്ന് നേരെ നോക്കിയാൽ തന്നെ ടെമ്പിൾ ദൂരെ വിസിബിളായിരുന്നു. 1190 1116 കാലഘട്ടത്തിൽ കുലശേഖര പാണ്ഡ്യരാജാവാണ് ഇത് ബിൽഡ് ചെയ്തത്. 1400 കാലഘട്ടത്തിൽ ഈ അമ്പലത്തിലെ മിക്ക ഏരിയകളും തകർക്കപ്പെട്ടു. 1623-55 കാലഘട്ടത്തിൽ മധുര ഭരിച്ചിരുന്ന തിരുമല നായക എന്നൊരു രാജാവാണ് നമ്മൾ ഇന്ന് കാണുന്ന മധുര മീനാക്ഷി ടെമ്പിളിനെ റിനോവേറ്റ് ചെയ്തെടുത്തത്. ഇന്ന് നമ്മൾ കാണുന്ന ഗോപുരങ്ങളും പില്ലേഴ്സും എല്ലാം പറഞ്ഞത് അദ്ദേഹമാണ്. ഒരു പച്ചനെറ്റ് കൊണ്ട് കവർ ചെയ്ത പോലെ ഞങ്ങൾക്ക് തോന്നി. നടന്ന് അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് അത് റിനോവേഷൻ വർക്കാണെന്ന്. ഈ കാണുന്നതാണ് മധുര മീനാക്ഷി ടെമ്പിളിൻ്റെ വെസ്റ്റ് സൈഡ് ടവർ. ടെമ്പിളിനകത്ത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ നിന്ന് പാസ് എടുക്കേണ്ടി വരും. പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ ഫോട്ടോസും വീഡിയോസൊന്നും അലൗഡല്ല. പുറത്തുനിന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇത് റിനോവേഷൻ കൂടി ആയതുകൊണ്ട് തന്നെ ഒന്നും ക്ലിയറായിട്ട് കിട്ടത്തുമില്ല. എന്നിരുന്നാൽ തന്നെ കുറച്ച് ഫോട്ടോസ് ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു. പിന്നെ തമിഴ്നാട്ടിലെ ഫേമസ് ഡ്രിങ്കായ ജിഗർദണ്ഡ അടിക്കാൻ ഞങ്ങൾ വന്നു. എന്താ ഐറ്റം? ഒരു പേടൊക്കെ വെള്ളത്തിട്ട പോലെ. ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഷേക്ക് അടിച്ച ഫീലായിരുന്നു ജിഗർദണ്ഡ എന്ന് പറയുന്നത്. എന്തായാലും കുടിച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല എനർജിയായി. തമിഴ്നാട്ടിൽ വരികയാണെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ റേറ്റ് തന്നെയാണ് ഈ ജിഗർദണ്ഡ. പിന്നെ പ്രതീക്ഷ പോലെ തന്നെ വലിയ വെയിലൊന്നും കാര്യമായിട്ട് പുറത്തുണ്ടായില്ല. കൊച്ചിയിലൊക്കെ ഈ സമയത്താണ് ഉഗ്രം വെയിലുമായിരിക്കും. സമയം 1 മണിയായിരുന്നു ഏകദേശം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പ്ലാൻ ഡ്രോപ്പ് ചെയ്ത് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടി ഒരുമിച്ച് ഒറ്റ റൗണ്ടിലടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ നടന്നു. ഈ പോയ റൂട്ടിലാണെങ്കിൽ വല്ല തിരക്കൊന്നുമില്ലായിരുന്നു. അതുകൂടെ അതിന് റോഡ് സൈഡിലും മറ്റും ചെറിയ മറ്റേ വഴിയോര കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും നമ്മുടെ നാട്ടിലെ ആംബിയൻസ് വിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ആളുകളാണെങ്കിലും കാഴ്ചകളാണെങ്കിലും എല്ലാം ഒരു ഡിഫറൻറ്റ് തന്നെയാണ്. ശരിക്കും നല്ലോണം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു യാത്രയിൽ. റോഡൊക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. വഴിയിലും വണ്ടികളൊക്കെ നിറഞ്ഞിട്ട് പോകുമായിരുന്നു. നട്ടുച്ചേട്ടും തിരക്കിനൊന്നും വലിയ കുറവൊന്നുമില്ലായിരുന്നു. പിന്നെ നല്ലോണം വിശന്ന കാരണം ഞങ്ങൾ ഹോട്ടൽ തേടിയും ഇറങ്ങി. അവസാനം ചെന്നെത്തിപ്പെട്ടതൊരു ദുരന്തത്തിലേക്കായിരുന്നു. കാശ് പോയ ദുരന്തം. ഇവിടെ നിന്നാണ് ഞങ്ങളിപ്പോൾ ഫുഡ് കഴിച്ച്. കഴിക്കൂ.